പാകിസ്ഥാനും ചൈനയ്ക്കുമെതിരെ ശക്തമായ ഭാഷയിൽ ഇന്ത്യ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ്. വിഷയം മറ്റൊന്നുമല്ല, ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ ആണ്. പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ ചൈന സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയ്ക്ക് മറുപടിയായിട്ടാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺധീർ ജയ്സ്വാൾ ഔദ്യോഗികമായി ഇന്ത്യയുടെ നിലപാട് ഇപ്പോൾ വ്യക്തമാക്കിയത്. ചൈന പാക് സംയുക്ത പ്രസ്താവനയിൽ ജമ്മു കാശ്മീരിനെ കുറിച്ച് നടത്തിയ അനാവശ്യ പരാമർശങ്ങളെ ഇന്ത്യ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞു. ജമ്മു കാശ്മീരും ലഡാക്കും ഇന്ത്യയുടെ ആഭ്യന്തര വിഷയങ്ങളാണെന്നും അതിലിടപെടാൻ മറ്റൊരു വിദേശ രാജ്യത്തിനും ഒരു അവകാശവുമില്ല എന്നും ഇന്ത്യ വ്യക്തമാക്കി. ഈ പ്രദേശങ്ങൾ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്, എപ്പോഴും ആയിരിക്കുകയും ചെയ്യുമെന്നാണ് ഇന്ത്യ പറഞ്ഞത്. പാകിസ്ഥാൻ നിയമവിരുദ്ധമായി കൈവശം വച്ചിരിക്കുന്ന പാക് അധീന കാശ്മീർ വഴി കടന്നുപോകുന്ന ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി ഇന്ത്യ ശക്തമായിട്ട് എതിർത്തിരിക്കുകയാണ്. ആ പ്രദേശം ഇന്ത്യയുടേതാണ്. അവിടെ ഇന്ത്യയുടെ അനുവാദമില്ലാതെ നടത്തുന്ന ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ പരമാധികാരത്തെയും പ്രാദേശിക അഖണ്ഡതയും നേരിട്ട് ലംഘിക്കുന്നതാണ്. ഇത്തരം പദ്ധതികൾക്ക് നിയമസാധുത നൽകാനുള്ള ബാഹ്യശക്തികളുടെ ശ്രമങ്ങൾ ഇന്ത്യ ഒരിക്കലും അംഗീകരിക്കില്ല. ഈ നിലപാടുകൾ ഇന്ത്യ ചൈനയെയും പാകിസ്ഥാനെയും പലതവണ അറിയിച്ചിട്ടുള്ളതാണ് എന്നും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്നുവെച്ചാൽ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോറിനെ വളരെ ശക്തമായ ഭാഷയിൽ ഇന്ത്യ എതിർക്കുകയാണ്. മുൻകാലങ്ങളിൽ നിന്ന് കുറച്ചും കൂടി കർക്കശവും കടുപ്പിച്ച നിലപാടിലേക്കും ഇന്ത്യ മാറുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ചൈനയും പാകിസ്ഥാനും തമ്മിൽ അതിർത്തി കടന്നുള്ള ജലസ്രോതസ് സഹകരണത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളെയും ഇന്ത്യ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ചൈനയും പാകിസ്ഥാനും തമ്മിൽ നേരിട്ട് അതിർത്തി പങ്കിടുന്നില്ല എന്നും പാക് അധീന കാശ്മീര് ഇന്ത്യയുടേതായതിനാൽ അതുകൊണ്ട് തന്നെ അത്തരം വാദങ്ങൾ നിലനിൽക്കില്ല എന്നുമാണ് ഇന്ത്യ ഇപ്പോൾ ഓർമ്മിപ്പിച്ചത്. ഇത് ഇന്ത്യയുടെ ഒരു പുതിയ നീക്കമാണ്. അതായത് ഔദ്യോഗികമായിട്ട് ഇന്ത്യ സ്ട്രോങ് ആയിട്ടൊരു നിലപാടിലേക്ക് പോവാണ്. ചൈനയും പാകിസ്ഥാനും തമ്മിൽ ഒരു അതിർത്തിയുമില്ല. ശരിക്കും ഇന്ത്യയും ചൈനയും തമ്മിൽ മാത്രമാണ് അവിടെ അതിർത്തി ഉള്ളത്. പാക് അധീന കാശ്മീർ എന്ന് പറയുന്ന പ്രദേശത്തിൽ പാകിസ്ഥാൻ ഒരവകാശവും ഇല്ല എന്ന് ഇന്ത്യ ഇപ്പോൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും ഇന്ത്യയുടെ ഒരു വലിയ നീക്കമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇതിനു മുമ്പും നമ്മൾ ഈ ഒരു നിലപാട് പറയുമായിരുന്നെങ്കിലും ഇപ്പോൾ ഇന്ത്യ ഇത് കുറെ കൂടി കടുപ്പിച്ചിരിക്കുന്നു എന്നത് വ്യക്തമാണ് പ്രതികരണങ്ങളിൽ. മാത്രമല്ല 1963 അതിർത്തി കരാർ ഇന്ത്യ അംഗീകരിക്കില്ല എന്നുകൂടി പറഞ്ഞിരിക്കുകയാണ്. 1963 പാകിസ്ഥാൻ നിയമവിരുദ്ധമായിട്ട് ഇന്ത്യയുടെ ഷക്സ്ഗാം താഴ്വര ചൈനയ്ക്ക് വിട്ടു നൽകിയ അതിർത്തി കരാറ് അസാധുവാണെന്ന നിലപാട്, ആ പഴയ നിലപാട് ഇന്ത്യ വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. എന്ന് വെച്ചാൽ അത് വളരെ പ്രധാനമാണ്. സാധാരണ രീതിയിൽ ഇത്തരം പ്രൊവോക്കിംഗ് ആയിട്ടുള്ള പ്രതികരണങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറില്ല. ചൈനയുടെ സകല നിലപാടുകളെയും തള്ളിക്കളയുക മാത്രമല്ല, ഇന്ത്യ പഴയ നിലപാടുകൾ ഒരിക്കൽ കൂടി കൂടുതൽ ശക്തമായ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ചുരുക്കത്തിൽ ഇന്ത്യ സ്വന്തം മണ്ണായ POKയിലൂടെ ഇന്ത്യയുടെ അനുവാദമില്ലാതെ ചൈന നടത്തുന്ന സാമ്പത്തിക ഇടനാഴിയും കാശ്മീർ വിഷയത്തില് പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ചൈനയുടെ നിലപാടും ഒരിക്കലും വെച്ചുപൊറിപ്പിക്കില്ല എന്ന കർശനമായ സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. പാക് അധീന കാശ്മീര് പൂർണ്ണമായിട്ട് വരുതിയിലാക്കാനുള്ള വലിയ ലക്ഷ്യങ്ങൾ ഇന്ത്യക്ക് ഉണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. അത്തരം ഒരു ഇനിഷ്യേറ്റീവ് ഇന്ത്യ എടുക്കുന്നുണ്ടോ? കാരണം ഈ വിദേശ രാജ്യങ്ങളുടെ പ്രതിനിധികളുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലും ഐക്യരാഷ്ട്ര സഭയിലും ഈ SCOയിലും ഒക്കെ ഇന്ത്യ നിരന്തരമായിട്ട് ഈ പാകിസ്ഥാൻ ചൈന എക്കണോമിക് കോറിഡോറിനെതിരായിട്ട് ശബ്ദം ഉയർത്തുന്നുണ്ട്. ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെയും അതിർത്തികളെയും മാനിക്കാത്ത ഒരു അന്താരാഷ്ട്ര പദ്ധതിയും പിന്തുണയ്ക്കില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കുന്നുമുണ്ട്. പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണെന്നും അത് തിരിച്ചു പിടിക്കുക എന്നത് ഇന്ത്യയുടെ പാർലമെന്റ് പാസാക്കിയ പ്രമേയമാണെന്നും വിദേശകാര്യ മന്ത്രാലയം നിരന്തരം ആഗോള സമൂഹത്തെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് ചൈനയ്ക്കുമേൽ വലിയൊരു രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. കാരണം ഭാവിയിൽ ഈ പ്രദേശം ഇന്ത്യയുടെ പൂർണ്ണ നിയന്ത്രണത്തിലായാൽ ചൈനയുടെ കോടിക്കണക്കിന് ഡോളറിന്റെ നിക്ഷേപമാണ് അപകടത്തിലാവുക. മാത്രമല്ല, ഈ പ്രദേശം പാകിസ്ഥാന്റെ കയ്യിൽ ഇരിക്കുന്ന കാരണം ഇന്ത്യ നേരിടുന്ന വലിയൊരു പ്രശ്നം സെൻട്രൽ ഏഷ്യയിലേക്ക് നമുക്കൊരു വ്യാപാര പാതയില്ല എന്നുള്ളതാണ്. നമുക്ക് ബദൽ മാർഗങ്ങൾ തേടേണ്ടതായിട്ട് വരികയാണ്. അതായത് നമുക്കറിയാവുന്ന പോലെ ചാബഹാർ പോർട്ടാണ് നമുക്കിപ്പോൾ സെൻട്രൽ ഏഷ്യയിലേക്കുള്ള ഒരു കവാടമായിട്ടുള്ളത്. അതും ഇറാനിലാണ്. അവിടുത്തെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഓൾറെഡി നമ്മൾ പ്രതിസന്ധി നേരിടുകയാണ്. മറ്റൊരു രാജ്യത്തിനെ കണ്ടുകൊണ്ട്, മറ്റൊരു രാജ്യത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ പറ്റില്ല. സെൻട്രൽ ഏഷ്യയിലേക്ക് നമുക്കൊരു കവാടം ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഈ പാക് അധീന കാശ്മീർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ സ്വാഭാവികമായി നമുക്ക് അഫ്ഗാനിസ്ഥാനുമായിട്ടൊരു അതിർത്തി അവിടെ വരും. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് താജിക്കിസ്ഥാനിലേക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് എത്താം. ഈ ഇന്ത്യക്കും താജിക്കിസ്ഥാനും ഇടയിൽ അഫ്ഗാനിസ്ഥാൻ ഒരു നാര് പോലെ ഒരു പ്രദേശമുണ്ട്. വഖാൻ കോറിഡോർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഒരു ചെറിയ പ്രദേശമാണ്.
ഈ ഒരു കോറിഡോർ മുറിച്ചു കടന്നാൽ നമുക്ക് താജിക്കിസ്ഥാനിലേക്ക് എത്താം. അപ്പൊ നിലവിൽ ഇന്ത്യയുടെ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ പ്രദേശം പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലായതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. മറിച്ച് അത് ഇന്ത്യയുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ജമ്മു ആൻഡ് കാശ്മീർ അല്ലെങ്കിൽ ലഡാക്ക് റീജിയണിലൂടെ നമുക്ക് നമ്മുടെ ഒരു ചരക്ക് നീക്കം ഈ അഫ്ഗാൻ അതിർത്തിയിലേക്ക് സാധിക്കും, വഖാൻ കോറിഡോറിലേക്ക് സാധിക്കും. വഖാൻ കോറിഡോറിൽ നിന്ന് നമുക്ക് നേരെ താജിക്കിസ്ഥാനിലേക്കും അവിടെ നിന്ന് റോഡ് മാർഗത്തിലൂടെ കിർഗിസ്ഥാൻ വഴി നമുക്ക് കസാക്കിസ്ഥാനിലേക്ക് പോവാം. അല്ലെങ്കിൽ താജിക്കിസ്ഥാനിൽ നിന്ന് ഉസ്ബെക്കിസ്ഥാനിൽ പോയിട്ട് അവിടെ നിന്ന് നമുക്ക് കസാക്കിസ്ഥാനിൽ പോവാം. താജിക്കിസ്ഥാനിൽ നിന്ന് നമുക്ക് ഉസ്ബെക്കിസ്ഥാൻ വഴി തുർക്ക്മെനിസ്ഥാനിലേക്ക് പോവാം. അല്ലെങ്കിൽ നമുക്ക് ഈ കിർഗിസ്ഥാൻ വഴി കസാക്കിസ്ഥാനിൽ പോയിട്ട് റഷ്യയിലേക്ക് പോവാം. അപ്പോൾ റഷ്യയിൽ നിന്ന് നമുക്ക് കസാക്കിസ്ഥാൻ വഴി ചരക്ക് ഉസ്ബെക്കിസ്ഥാൻ വഴി താജിക്കിസ്ഥാനിലൂടെ ഇന്ത്യയിലേക്ക് എത്തിക്കാം. അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് കസാക്കിസ്ഥാൻ വഴി കിർഗിസ്ഥാൻ വഴി താജിക്കിസ്ഥാനിൽ വന്നിട്ട് അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിക്കാം. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്ന് റഷ്യ വരെയും റഷ്യയിൽ നിന്ന് ഇങ്ങോട്ടും ചരക്ക് നീക്കം യാതൊരു തടസ്സവുമില്ലാതെ സുരക്ഷിതമായ രീതിയിൽ നമുക്ക് സാധ്യമാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഈ ഒരു പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ കയ്യിലുണ്ടെങ്കിൽ. ഇപ്പോൾ നമുക്ക് ഈ സെൻട്രൽ ഏഷ്യയിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകിൽ പാകിസ്ഥാനെ മറികടക്കണം. പാകിസ്ഥാൻ വഴി അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് അവിടെ നിന്ന് തുർക്ക്മെനിസ്ഥാനിലോ താജിക്കിസ്ഥാനിലോ പോയിട്ട് അവിടുന്ന് ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, റഷ്യ അങ്ങനെ പോകണം. ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ റിലേഷൻ വളരെ മോശമായതുകൊണ്ട് ആ ഒരു സാധ്യത തന്നെ ഇല്ല. മാത്രമല്ല അത് കുറെ കൂടെ ലോങ് ആയിട്ടുള്ള ഒരു റൂട്ടാണ്. മാത്രമല്ല ഒരിക്കലും അത് പ്രായോഗികവുമല്ല. പാകിസ്ഥാൻ എങ്ങനെയാണ് ഇന്ത്യയുമായിട്ട് സഹകരിക്കുന്നത്? ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യ ഉപയോഗിക്കുന്ന മാർഗം എന്താണ്? പാകിസ്ഥാനെ കടൽ മാർഗം നമ്മൾ മറികടന്നിട്ട് ഇറാനിലെ ചബഹാർ പോർട്ടിലേക്ക് എത്തുന്നു. അവിടെ വരെ ചരക്കെത്തിച്ചതിന് ശേഷം ഇറാനിലൂടെ അഫ്ഗാനിസ്ഥാനിലേക്കോ അല്ലെങ്കിൽ തുർക്ക്മെനിസ്ഥാനിലേക്കോ അവിടെ നിന്ന് ഉസ്ബെക്കിലേക്കും കസാക്കിലേക്കും എന്നിട്ട് റഷ്യയിലേക്കുമാണ് പോകുന്നത്. ഇത് ദൂരം കൂടുതലാണ്. മാത്രമല്ല പാകിസ്ഥാനെ സമുദ്രമാർഗം മറികടന്നാണ് ഇറാനിലേക്ക് പോവേണ്ടത്. ഭാവിയിൽ ഇത് വലിയ സെക്യൂരിറ്റി പ്രോബ്ലംസ് ഉണ്ടാക്കും. ഡ്രോൺ ആക്രമണം പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് കാരണമാവും. രണ്ടാമത് ഇപ്പൊ തന്നെ കണ്ടില്ലേ, അമേരിക്ക ഇസ്രയേൽ ഇറാൻ ഇഷ്യൂ നിലനിൽക്കുന്നതുകൊണ്ട് ചബഹാർ പോർട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിനൊക്കെ അപ്പുറം അതിനുമേൽ നടക്കുന്ന ഉപരോധങ്ങൾ ഇതെല്ലാം നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ യാഥാർത്ഥ്യമാവുന്നതിനോടൊപ്പം ഇന്ത്യയുടെ ജമ്മു ആൻഡ് കാശ്മീരിലൂടെ നമുക്ക് അഫ്ഗാൻ മറികടന്ന് താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, റഷ്യ എന്നിവിടങ്ങളിലേക്ക് എത്താൻ കഴിയും. മാത്രമല്ല മംഗോളിയയിലേക്ക് നമുക്ക് ചരക്ക് നീക്കം വളരെ എളുപ്പമാക്കും. മംഗോളിയ ഒരു ലാൻഡ് ലോക്ക്ഡ് രാജ്യമാണ്. ഒരു വശത്ത് ചൈന ചുറ്റിക്കിടക്കുന്നു, മറുവശത്ത് റഷ്യ ചുറ്റിക്കിടക്കുന്നു. അപ്പോൾ പൂർണ്ണമായിട്ട് ലാൻഡ് ലോക്ക് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഈ മംഗോളിയ. സോ അവിടേക്ക് നമുക്ക് ഒരു വഴി തുറന്നു കിട്ടും. സോ അവിടേക്ക് നമുക്ക് ചരക്ക് നീക്കം സാധിക്കും. അങ്ങനെ ഇന്ത്യയുടെ ഭാവിക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് പാക് അധീന കാശ്മീർ തിരിച്ചു കിട്ടുക എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇന്ത്യ നിലപാട് കടുപ്പിക്കുന്നത് ലോകത്തെ ബോധ്യപ്പെടുത്താനാണ്. പാക് അധീന കാശ്മീർ അത് ഇന്ത്യയുടേതാണ്. അവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നിയമവിരുദ്ധമാണ്. പാകിസ്ഥാനും ചൈനയും അവിടെ അനധികൃതമായിട്ടാണ് ഇപ്പോൾ കയ്യേറിയിരിക്കുന്നത്. ഞങ്ങളുടെ പറമ്പിൽ നിന്ന് ഇറങ്ങിപ്പോടോ എന്നാണ് ഇന്ത്യ പരോക്ഷമായി പാകിസ്ഥാനോടും ഇപ്പോൾ ചൈനയോടും പറയുന്നത്. അപ്പൊ ഇതൊരു തുടക്കമാണ്. വൈകാതെ ഇന്ത്യ കൂടുതൽ നിലപാട് ഘടിപ്പിക്കാനും പതിയെ പതിയെ പാക് അധീന കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമാക്കാനുമുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.